വിഷയമായൊരു കാര്യം വിദ്യാഭ്യാസത്തെ തൊഴിലുമായി ബന്ധിപ്പിക്കുന്നതിനോടാണ്. ഗാന്ധിയായിരുന്നു ആ ഒരു വീക്ഷണഗതിയുടെ വലിയ വക്താവ്. അദ്ദേഹം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിനെ വളരെ പ്രബലമായി ഉയർത്തിയ ഒരാളാണ്. അക്കാലത്ത് തന്നെ ഗാന്ധിയുടെ ആ വീക്ഷണത്തെ ആഴത്തിൽ വിമർശിച്ച ഒരാൾ ടാഗോറാണ്. ഗാന്ധിയും ടാഗോറും തമ്മിൽ 2 വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ധാരാളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. ഗാന്ധിയുടെ പല വീക്ഷണങ്ങളെയും അപ്പം എതിർത്തിരുന്ന ഇന്ത്യയിലെ മിക്കവാറും ഒരേ ഒരാൾ ടാഗോറാണ്. പക്ഷെ അവർക്കിടയിൽ വലിയ പരസ്പരാദരവൊക്കെ ഉണ്ടായിരുന്നു. ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിക്കുന്നത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിക്കുന്നത് ഗാന്ധിയുമാണ്. ഗാന്ധിയുടെ ഒരു ഗുണം, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് മൂപ്പർക്ക് ഏറ്റവും നല്ല വിശേഷണങ്ങളൊക്കെ കൊടുത്തത്. ഇപ്പോൾ ഫാദർ ഓഫ് നേഷൻ എന്ന് ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിക്ക് എതിരായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ, ഗാന്ധിയുടെ വീക്ഷണങ്ങൾക്കെതിരായിരുന്നു. അതിൽ ഗാന്ധിയോട് ടാഗോർ വിയോജിച്ച ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ വിയോജിച്ചു, പലതിലും വിയോജിച്ചു. അതിൽ ഗാന്ധിക്ക് വിയോജിപ്പുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ശാന്തിനികേതനിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഗാന്ധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ടാഗോറിൻ്റെ ശാന്തിനികേതൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞൊരു മറുപടി, ദർ ഈസ് ടു മച്ച് ഓഫ് മ്യൂസിക് എന്നാണ്. അവിടെ പാട്ട് കുറേ കൂടുതലാണ് എന്നാണ്. ഗാന്ധിക്ക് ഈ പാട്ടൊന്നും അങ്ങനെ പ്രധാനമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കലയെന്ന് പറയുന്നത് അങ്ങനെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് ഗാന്ധി കണ്ടിട്ടുമില്ല. ഗാന്ധി ഏതെങ്കിലും ഒരു ആകെ ആസ്വദിച്ച സംഗീതം എന്ന് പറയുന്നത് ഈ ഭജനുകളാണ്. അല്ലാതെ സിനിമ കണ്ടിട്ടേ ഇല്ല. 2 സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ വിനാശകരമായ കലയാണെന്ന് പറഞ്ഞ് സിനിമയെ അന്ധവിശ്വാസപരമായി തന്നെ തള്ളിപ്പറഞ്ഞ ഒരാളാണ് ഗാന്ധി. അന്ധവിശ്വാസപരം തന്നെയായിരുന്നു ഗാന്ധി. സിനിമയ്ക്ക് എതിരെ പറഞ്ഞൊരു വിമർശനം, ഈ അടഞ്ഞ ഹാളുകളിൽ ഇരുട്ടിൽ ആളുകളിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത് രോഗാണുക്കൾ വരാനായിട്ട് കാരണമാകും, രോഗബാധയ്ക്ക് വഴിവെക്കുന്നവരെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയാവുന്നതിൽ പരമാവധി പ്രശ്നങ്ങൾ ഗാന്ധി ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ ഗാന്ധി. ഞാനീ പറഞ്ഞത് വെച്ച് ഗാന്ധി ഇതാണെന്നൊന്നും കരുതരുത്. ചില ആളുകൾ ഗാന്ധി പറഞ്ഞതിലെ 4 അബദ്ധം ഊരിയെടുത്തിട്ട് അത് ചേർത്ത് പറഞ്ഞിട്ട് നമുക്ക് ഗാന്ധിയേക്കാൾ എന്തോ മെച്ചമുണ്ടെന്ന് സ്വയം ധരിക്കാറുണ്ട്. അതിനൊന്നും ഒരു പരിഹാരമില്ല. ഞാൻ പറഞ്ഞത് ഗാന്ധിയിലും ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ 3 ഘടകങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധമായിരിക്കുക, മതാത്മക ദേശീയതാ സങ്കല്പത്തോടെ ഇടഞ്ഞ് മതനിരപേക്ഷമായ ഒരു ദേശീയ ഭാവനയെ ഉയർത്തിക്കൊണ്ടുവരിക, 3ാമത് ദൈനംദിന ജീവിത പ്രയോഗത്തിന് ഉതകുന്നതായി വിദ്യാഭ്യാസത്തെ മാറ്റുക. അതാണ് ഞാൻ തൊഴിലധിഷ്ഠിതം എന്ന് പറഞ്ഞത്. ഈ 3 ഘടകങ്ങൾക്ക് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തിൽ അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഏറിയും കുറഞ്ഞും ഇവിടുത്തെ വിജ്ഞാനദായിനി വിദ്യാലയത്തിലായാലും ബനാറസ് ഹിന്ദു സർവകലാശാലയിലായാലും ഗുജറാത്തിലെ വിദ്യാപീഠത്തിലായാലും ഏറിയും കുറഞ്ഞും ഈ 3 താല്പര്യങ്ങൾ നിലനിന്നിരുന്നു. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെയും നവോത്ഥാനത്തെയും ആധുനികതയിലേക്കുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പരിവർത്തനത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ആ കാഴ്ചപ്പാടിന് ചെറുതല്ലാത്ത ഒരു പങ്ക് ഉണ്ടായിരുന്നു താനും. അറിവെന്ന് പറയുന്നത് കേവലം ഒരു പണ്ഡിതോചിതമായൊരു വിജ്ഞാനാർജനമല്ല, ഒരു സാമൂഹിക ഇടപെടലാണ് എന്ന അടിസ്ഥാന വീക്ഷണം അന്നത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ആലോചനയിൽ അതിൻ്റെ കേന്ദ്ര പ്രശ്നം ദേശീയ വിദ്യാഭ്യാസവും വിജ്ഞാനദായിനിയും ഇനി അങ്ങോട്ട് എന്നതാണ്. ഞാൻ ഈ പറഞ്ഞതത്രയും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പല പ്രകാരങ്ങളിൽ ഇന്ത്യയിലെമ്പാടും വികസിച്ചു വന്നതും ഇന്ത്യയുടെ ഭാവിക്ക് വഴിതെളിക്കുമെന്ന് അക്കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ടതുമായ ഒരു വിദ്യാഭ്യാസ വീക്ഷണത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ആ വഴിയിലല്ല നമ്മുടെ സാമൂഹ്യ വികാസം ഉളവായത്, വിജ്ഞാന വികാസം ഉളവായതും ആ വഴിയിലല്ല. നമ്മുടെ സമൂഹം 1950കളിലെന്നല്ല, വളരെ സമീപസ്ഥമായി 1980കളിൽ ഉള്ള സ്ഥിതിയെ മുൻനിർത്തി പരിശോധിച്ചാലും വാസ്തവത്തിൽ മുന്നോട്ട് പോയത് വളരെ പരിമിതമായിട്ടാണ് എന്ന് കാണാൻ കഴിയും. ഞാൻ അടുത്തിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കാണുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അതിൽ വളരെ കൗതുകകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, 1980-ൽ
അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2 രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ചൈനയും. അന്ന് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഏതാണ്ട് $265 $270 താഴെ, 264 65 മറ്റോ ആണ്. ചൈനയുടെ ആകട്ടെ 197 മറ്റാണ്. അതായത് ചൈനയുടെ പ്രതിശീർഷ വരുമാനത്തേക്കാൾ ഏതാണ്ട് $70 കൂടുതലാണ് 1980 ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. 45 കൊല്ലം കഴിഞ്ഞ് ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ചൈനയുടെ പ്രതിശീർഷ വരുമാനം ഏതാണ്ട് $15,000, 14,600 മറ്റോ ആണ്. ഇപ്പോൾ ചൈനയുടെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടേത് ഏതാണ്ട് $2,400. 1980 നിന്ന് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഏതാണ്ട് 9 മടങ്ങാണ് വർദ്ധിച്ചത്. ചൈനയുടേത് 75 മടങ്ങാണ് വർദ്ധിച്ചത്. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ചൈന കീഴ്ത്തട്ട് ദാരിദ്ര്യത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്ത് $14,000-15,000 പ്രതിശീർഷ വരുമാനമുള്ളൊരു സമ്പദ് വ്യവസ്ഥയായി അതിൻ്റെ സാമൂഹിക ഫലങ്ങൾ ജനജീവിതത്തിലേക്ക് വലിയ തോതിൽ വിതരണം ചെയ്ത ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഫലങ്ങളെയൊക്കെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹമായി മാറിയപ്പോൾ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസം 1930കളിലും 40കളിലും ഒക്കെ സ്വപ്നം കണ്ട രാജ്യം ഒരു 80 കൊല്ലം കഴിയുമ്പോൾ ഏത് നിലയിലെത്തി എന്നാലോചിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വീക്ഷണത്തിൽ എത്ര വലിയ തലകീഴ്മറിയലാണ് ഉണ്ടായത് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ IITകൾ ഇന്ത്യയിലുണ്ടായ സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന പേരിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ, ഏറ്റവും നിലവാരമുള്ള സമുന്നതമായ വിദ്യാകേന്ദ്രങ്ങളുണ്ടായ സമയത്ത് ആ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിർബന്ധമായി ഉൾപ്പെടുത്തിയ 2 പഠന വിഷയങ്ങൾ, ഒന്ന് ചരിത്രവും മറ്റൊന്ന് തത്വചിന്തയുമാണ്, ഹിസ്റ്ററിയും ഫിലോസഫിയും. അപ്പോൾ എന്തിനാണ് ടെക്നോളജി പഠിക്കുന്നവർ ചരിത്രം പഠിക്കുന്നത്? എന്തിനാണ് ടെക്നോളജി പഠിക്കുന്നവർ ഫിലോസഫി പഠിക്കുന്നത്? ഇന്ത്യയിലെ ഏത് പഴയ IIT എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും കാണാൻ പറ്റും. എന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാങ്കേതിക വിദ്യ എന്നത് സ്വയംഭൂവായ ഒന്നല്ല, അത് സ്വയം പ്രവർത്തിക്കുന്ന ഒന്നുമല്ല. സവിശേഷമായൊരു ചരിത്ര സന്ദർഭത്തിനകത്ത് ആ ചരിത്ര സന്ദർഭത്തിലെ വിജ്ഞാന വികാസത്തിൻ്റെയും സാമൂഹ്യ വളർച്ചയുടെയും ഉൽപ്പന്നം എന്ന നിലയിലാണ് ഏത് സാങ്കേതിക വിദ്യയും നിലവിൽ വരുന്നത്. ഒപ്പം ഓരോ സാങ്കേതിക വിദ്യയും പ്രവർത്തിക്കുന്നതും ഇതുപോലെ സാമൂഹികമായ ഫലം ഉളവാക്കിക്കൊണ്ടാണ്, നിഷ്പക്ഷമായിട്ടല്ല. അതായത് സാങ്കേതിക വിദ്യകളുടെ ഉത്ഭവമാകട്ടെ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗമാകട്ടെ സമൂഹത്തിനകത്തും ചരിത്രത്തിനുള്ളിലുമാണ് നടക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിൻ്റെ ചരിത്രം എഴുതിയ ഏറ്റവും മഹനീയമായ ശ്രമം ലോകത്ത് തന്നെ ഉണ്ടായത് J.D. ബെർണൽ എന്നുപേരായ ഒരു ശാസ്ത്രചിന്തകൻ്റെ പഠനമാണ്. 4 വോള്യങ്ങളായി അദ്ദേഹം ലോകത്തിൻ്റെ ശാസ്ത്ര ചരിത്രം അതിഗംഭീരമായൊരു പുസ്തകമായിട്ട് എഴുതി. ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയ പേര് ശാസ്ത്രത്തിൻ്റെ ചരിത്രം എന്നല്ല, മറിച്ച് ശാസ്ത്രം ചരിത്രത്തിൽ എന്നാണ്. ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ല, സയൻസ് ഇൻ ഹിസ്റ്ററിയാണ്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്നുപെടുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രം ഒരു പ്രത്യേക വിഷയമായി തീരുകയും അത് മറ്റെല്ലാത്തിൽ നിന്നും വേറിട്ട് അതിൽ തന്നെ പൂർണ്ണതയുള്ള ഒരു വിഷയമാണ്, അറിവാണ് എന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യും. ബെർണൽ അതിനെതിരായിരുന്നു. ബെർണൽ നേരെ തിരിച്ചു പറഞ്ഞത് ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ല, സയൻസ് ഇൻ ഹിസ്റ്ററിയാണ്. അതുണ്ടാകുന്നത് ചരിത്രത്തിലാണ്, നിലനിൽക്കുന്നത് ചരിത്രബന്ധങ്ങൾക്കകത്താണ്, പ്രവർത്തിക്കുന്നതും ചരിത്രബന്ധങ്ങൾക്കുള്ളിലാണ്. അതിന് പുറത്ത് കേവലമായൊരു ശാസ്ത്രം എന്ന സങ്കല്പത്തോടുള്ള അടിസ്ഥാനപരമായ വിമർശനമാണ് ആ പുസ്തകത്തിൻ്റെ പേര്, സയൻസ് ഇൻ ഹിസ്റ്ററി. അതുകൊണ്ട് ഏത് ശാസ്ത്ര വസ്തുതയും
നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ സാങ്കേതിക സ്വരൂപത്തിൽ മാത്രമല്ല, അത് നിലവിൽ വന്ന സമൂഹത്തിൻ്റെയും പ്രവർത്തിച്ച സമൂഹത്തിൻ്റെയും ഫലമുളവാക്കിയതിൻ്റെയും ചരിത്രങ്ങൾക്കുള്ളിൽ വച്ചാണ് ശാസ്ത്രം പഠിക്കേണ്ടത്. ഇത് അടിസ്ഥാനപരമായൊരു വീക്ഷണമാണ്. നിങ്ങൾ ടെക്നോളജി പഠിക്കുമ്പോൾ ആ ടെക്നോളജിയുടെ ഒരു പ്രയോഗജ്ഞാനമാണോ ആർജിക്കേണ്ടത്? അതുമാത്രമാണോ? നിശ്ചയമായിട്ടും ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ മെക്കാനിക്സ് ആകട്ടെ, നിങ്ങൾ സ്കൂട്ടർ മെക്കാനിക്സ് ആകട്ടെ, എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് വേണം. ഒരു സ്പാനർ കൊണ്ട് ഒരു നട്ടും ബോൾട്ടും ക്രമപ്പെടുത്താനായിട്ട് നിങ്ങൾക്കൊരു വൈഭവം വേണം. വേറൊരു നിലയ്ക്കൊരു വൈഭവം നിങ്ങൾക്ക് ഒരു AI കൃത്യമായൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഇന്ന് ലഭ്യമായ വിവരങ്ങളെ ക്രോഡീകരിച്ച് കിട്ടണമെങ്കിലും നിങ്ങൾക്കൊരു വൈഭവം വേണം. AI ഏതുത്തരവും തരും എന്ന് നമ്മൾ കരുതുമെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ കൃത്യതയും സൂക്ഷ്മതയും അനുസരിച്ചാണ് അത് തിരിച്ചിങ്ങോട്ട് ഉത്തരം തരിക. അതുകൊണ്ട് പ്രോംപ്റ്റ് നൽകുക, കൃത്യമായ ചോദ്യം മുമ്പോട്ട് വയ്ക്കുക എന്നുള്ളത് വാസ്തവത്തിൽ AI ജനറേറ്റ് ചെയ്യുന്ന ഉത്തരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതൊരു സ്കിൽഡ് പ്രാക്ടീസാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാകട്ടെ അത് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് സാങ്കേതിക വിദ്യയ്ക്കും പ്രയോഗത്തിലും ഒരു സ്കില്ലുണ്ട്. പക്ഷേ സാങ്കേതികവിദ്യ ആ സ്കില്ല് മാത്രമാണോ? അതോ ആ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഒരു സവിശേഷ ഘടകം മാത്രമാണോ? യന്ത്രസാമഗ്രികളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ? നിശ്ചയമായിട്ടുമല്ല. ആ യന്ത്രസാമഗ്രികളുടെ സവിശേഷമായ കൂട്ടിച്ചേർക്കൽ സാധ്യമാകുന്നതും നിലവിൽ വരുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹ ബന്ധങ്ങൾക്കുള്ളിൽ, അധികാര ബന്ധങ്ങൾക്കുള്ളിൽ ഒക്കെയാണ് അത് നിലനിൽക്കുക. അതുകൊണ്ട് ഏതൊരു സാങ്കേതികതയെയും ചരിത്രത്തോട് ബന്ധിപ്പിച്ചും തിരിച്ച് ചരിത്രം സാങ്കേതികവിദ്യയെ എങ്ങനെയൊക്കെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വേണം വാസ്തവത്തിൽ ശാസ്ത്രവും സാങ്കേതിക ജ്ഞാനവും ഒക്കെ പഠിക്കാൻ എന്ന ഒരു കാലഘട്ടത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ IIT-കളിലൊക്കെ ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ രൂപപ്പെട്ടത്. ഇപ്പോഴാകട്ടെ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവശിഷ്ട സ്മൃതി പോലെ പൊട്ടും പൊടിയായിട്ട് അവിടെ ഉണ്ട് എന്നല്ലാതെ അത് നമ്മുടെ ശാസ്ത്രാവബോധത്തിൽ എന്തെങ്കിലും ഫലമുളവാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ശാസ്ത്രം അതിൻ്റെ സാമൂഹ്യ പരിസരത്ത് നിന്ന് പൂർണ്ണമായും പുറത്താവുകയും ശാസ്ത്രം ഒരു എന്താ പറയുക, വൈഭവമായി, ഒരു നൈപുണ്യം മാത്രമായി തീരുകയും ചെയ്ത ഒരു സമൂഹമാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 3/4 നൂറ്റാണ്ട് 75 വർഷം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഞാനൊരു വൈജ്ഞാനിക പ്രശ്നമായിട്ടല്ല പറയണത്. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഭാഗത്ത് ആധുനിക വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടവിൽ പണിയെടുക്കുന്ന, അറിവുൽപ്പാദിപ്പിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കുന്നു. മറുഭാഗത്ത് യാതൊരു പ്രയാസവുമില്ലാതെ അന്ധവിശ്വാസങ്ങളെയോ അനാചാരങ്ങളെയോ കൊണ്ട് നടക്കാനും ജീവിതത്തിൽ നടപ്പാക്കാനും കഴിയുന്ന ഒരാളും ആയിരിക്കുന്നു. ഇപ്പോൾ PhD-ക്ക് പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയതിന് ശേഷം ജാതി ശരിയാണെന്ന് കരുതുകയും ജാതിയിൽ വിശ്വസിക്കുകയും ജാതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ PhD-ക്ക് എന്ത് പറ്റി എന്നുള്ളതൊരു ചോദ്യമാണ്. PhD പാഴായിപ്പോയി എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇത് ജാതിയുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ ആർജിച്ച അറിവിൻ്റെ സാമൂഹിക മാനം നമ്മുടെ ജീവിത പരിസരത്ത് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ മിക്കവാറും ഇല്ല എന്നതാണ് നമ്മൾ നേരിടുന്നൊരു വലിയ പ്രശ്നം. ഞാനിപ്പോൾ ഈ ശബരിമല സമയത്ത് ധാരാളമായിട്ട് പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരാളാണ്. അപ്പം ശബരിമല പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾക്കറിയാമല്ലോ, ആർത്തവം അശുദ്ധമാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു അടിസ്ഥാന പ്രശ്നമായിരുന്നു. അപ്പോൾ ആർത്തവം അശുദ്ധമല്ല എന്നാണ് അന്ന് കോടതി വിധി വന്നത്. ആർത്തവം അശുദ്ധമാണ്, അതുകൊണ്ട് അക്കാലത്ത് സ്ത്രീകൾ, ആ പ്രായത്തിൽ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്നതായിരുന്നു മറുവാദം. വലിയ ജാഥകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഭജനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ നാമജപയാത്രകളിലൊക്കെ ആയിരക്കണക്കായ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവരിൽ കുറേയേറെ പേർ MSc സുവോളജി പാസ്സായവരും ആയിരുന്നു. അപ്പം MSc സുവോളജി പാസ്സായതിന് ശേഷം നിങ്ങൾ ആർത്തവ അശുദ്ധമാണ് എന്ന് കരുതി ജാഥക്കിറങ്ങുമ്പോൾ സുവോളജിക്ക് എന്ത് സംഭവിക്കും എന്നൊരടിസ്ഥാന പ്രശ്നം. സുവോളജി റദ്ദായി പോകും.
ഞാൻ പറയുന്നത് അവിടെ സുവോളജി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബിരുദം തരുന്ന ഒരു വിവരമായി തീരുകയും സുവോളജി നിങ്ങളുടെ ജീവിതബോധ്യത്തെ ഒരു നിലയിലും സ്പർശിക്കാതിരിക്കുകയും ചെയ്യും. ഇതിനെതിരായ ഒന്നായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസം എന്ന സങ്കല്പം ഉണ്ടായത്. കാരണം നിങ്ങൾ വിദ്യാഭ്യാസം ആർജിച്ചാൽ, ഗുജറാത്ത് വിശ്വവിദ്യാപീഠം വന്നപ്പോൾ, ബനാറസ് ഹിന്ദു സർവകലാശാല വന്നപ്പോൾ, വിജ്ഞാനദായിനി വിദ്യാലയം വന്നപ്പോൾ, നിങ്ങൾ വിജ്ഞാനം ആർജിച്ചാൽ നിങ്ങൾ ബ്രിട്ടനെതിരായിരിക്കണമെന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് കരുതിയിരുന്നു. അവസാനത്തെ മനുഷ്യനെയും കാണണം എന്ന് കരുതിയിരുന്നു. അതാണ് അന്ത്യജൻ, അന്ത്യോദയം. ചില വാക്കുകളൊക്കെ പഴയ കാലത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഗാന്ധി ഉണ്ടാക്കിയൊരു വാക്കുണ്ട്, സ്വാശ്രയം. സ്വാശ്രയം എന്നുള്ള വാക്ക് ഗാന്ധി ഉണ്ടാക്കിയതാണ്. സ്വരാജ്യം. വള്ളത്തോൾ കവിത എഴുതുന്നുണ്ട്, ഞങ്ങൾ നൂറ്റ നൂല് കൊണ്ട്, ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരന്ത്യാവരണം. ഞങ്ങൾ കൈകൊണ്ട് നൂല് നൂറ്റ് വസ്ത്രം തയ്ച്ച് അത് ധരിച്ച് അനീതിയുടെ ശവക്കച്ചയായിട്ട് അതിനെ മാറ്റും എന്നായിരുന്നു അന്നത്തെ ഒരു മുദ്രാവാക്യം. അതാണ് സ്വാശ്രയം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് എതിരിട്ട് നിൽക്കാൻ ദരിദ്രനാരായണന്മാരുടെ കയ്യിലെ സമരായുധമായി സങ്കല്പിക്കപ്പെട്ട ഒരാശയമാണ് സ്വാശ്രയം. ഇന്ന് ആ വാക്ക് ബാക്കിയുള്ളത് 25 ലക്ഷം റുപ്യോ 50 ലക്ഷം റുപ്യോ കൈക്കൂലി കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജിൻ്റെ പേരാണത്. വേറെ ഒരു സ്ഥലത്തും ഈ വാക്ക് ബാക്കിയില്ല. ഇന്ന് സ്വാശ്രയം അവശേഷിക്കുന്ന ഒരേ ഒരു സ്ഥാനം അതാണ്, ബാക്കിയെല്ലാം പോയി. എന്നതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിവരം ആർജിച്ചാൽ, അറിവ് നേടിയാൽ നിങ്ങൾ അവസാനത്തെ മനുഷ്യനെ കാണും. ഗാന്ധി ഇപ്പോൾ ജഗജീവൻ റാമിനോട് പറഞ്ഞൊരു വാക്യമാണ്. നമ്മുടെ 1946 ക്യാബിനറ്റ് മിഷൻ വന്ന് ഇന്ത്യ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചു. ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കണം, ഭരണഘടന ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തൽ അന്ന് എളുപ്പമായിരുന്നില്ല. ഒന്ന് പ്രായപൂർത്തി വോട്ടവകാശമൊന്നും ഇന്ത്യയിൽ അന്ന് നിലവിൽ വന്നിട്ടില്ല. അക്ഷരാഭ്യാസമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവ്. ഒരു ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി അവരൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് ഇന്ത്യ സ്വതന്ത്രമാവുക എന്നുള്ളത് പ്രായോഗികമായി അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് അന്നൊരു സാങ്കേതികമായൊരു സമീപനം സ്വീകരിച്ചത് 1945 ഇന്ത്യയിലെ പ്രവിശ്യകളിലേക്ക്, ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കുറേ MLA-മാരെ, നമ്മുടെ നിയമസഭാംഗങ്ങളെ അന്ന് തിരഞ്ഞെടുത്തിരുന്നു. അവർ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് അന്ന് ഈ ഭരണഘടനാ അസംബ്ലി അംഗങ്ങളായിട്ട് വന്നത്. നേരിട്ട് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. നാട്ടുരാജ്യങ്ങളിൽ നിന്നാകട്ടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുമാണ്. അങ്ങനെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും പ്രവിശ്യാ നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുത്തവരുമായ ആളുകൾ ചേർന്നാണ് ആദ്യം 398 പേരുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നത്. പിന്നെ അതിൽ 100 പേര് പാകിസ്ഥാനൊക്കെ വന്ന സമയത്ത് പിരിഞ്ഞുപോയി. 295 പേരോ മറ്റോ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അതിൽ കൗതുകകരമായ ഒരു കാര്യം, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി വന്നവർ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിലൂടെ വന്ന നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുത്ത കുറേ അംഗങ്ങളുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തത്, ഇന്ന് കൗതുകം തോന്നും, ഇന്ത്യൻ ജനസംഖ്യയുടെ 13% മാത്രമാണ് അന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ആ 13% ആളുകൾ മാത്രം വോട്ട് ചെയ്ത ഒരു പ്രവിശ്യാ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായത്. അപ്പോൾ അന്ന് അതിൽ വലിയ തർക്കമുണ്ടായി. അങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണ്ടത്? മുഴുവൻ ഇന്ത്യക്കാരും വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് വേണ്ടേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരാൻ എന്ന വാദം അന്ന് വലിയ കോലാഹലമായി. അതേ ചൊല്ലി ചിലർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബഹിഷ്കരിച്ചു. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബഹിഷ്കരിച്ചത് പ്രധാനമായിട്ടും സോൾസിസ്റ്റുകളാണ്. രാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായണൻ, അച്യുത് പട്വർദ്ധൻ തുടങ്ങിയ ആളുകൾ അടങ്ങുന്ന സോൾസിസ്റ്റ് ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിനകത്തും ഇത് വേണോ വേണ്ടയോ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം നിലനിൽക്കുന്ന സമയത്താണ് അന്ന് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായിരുന്ന ജഗജീവൻ റാം ഗാന്ധിയെ കാണുന്നത്.